സ്വാഗതം. ഇന്ന് നമ്മൾ സൈക്ലോപാം എന്ന മരുന്നിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വയറുവേദന അല്ലെങ്കിൽ മറ്റു പേശികൾ ഇങ്ങനെ കോച്ചു പിടിക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഡോക്ടർമാർ സാധാരണ എഴുതുന്ന ഒരു മരുന്നാണിത്. അപ്പോൾ ഇതിന്റെ പ്രവർത്തനം, ഉപയോഗങ്ങൾ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ വിശദീകരിക്കുന്ന ഒരു ലേഖനം നമ്മുടെ കയ്യിലുണ്ട്. ഇതിലെ പ്രധാന വിവരങ്ങൾ എടുത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. അതാണ് നമ്മുടെ ലക്ഷ്യം. തുടങ്ങാമല്ലേ? തീർച്ചയായും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞു കേൾക്കുന്ന മരുന്നുകളെക്കുറിച്ച് വ്യക്തമായ ധാരണ നല്ലതാണ്. സൈക്ലോപാമിന്റെ കാര്യത്തിൽ ഇതൊരൊറ്റ മരുന്നല്ല, അതായത് ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതാണ് ഏറ്റവും പോയിന്റ്. അതെ, അത് ശ്രദ്ധേയമാണ്. ഇതിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഡൈസൈക്ലോമിൻ അല്ലേ? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഡൈസൈക്ലോമിൻ എന്ന് പറയുന്നത് ഒരു ആന്റി സ്പാസ്മോഡിക് ആണ്. അതായത് പേശികളുടെ വലിവ്, ആ കോച്ചിപ്പിടുത്തമില്ലേ, അത് കുറയ്ക്കുന്ന ഒന്ന്. പ്രധാനമായിട്ടും നമ്മുടെ വയറ്റിലെയും കുടലിലെയും മിനുസമുള്ള പേശികൾ, സ്മൂത്ത് മസിൽസ് എന്ന് പറയും, അതിനെയാണ് ഇത് ലക്ഷ്യമിടുന്നത്. അപ്പോൾ കൈയിലെയും കാലിലെയും പേശികളെ ഇത് ബാധിക്കില്ല. അതുകൊണ്ട് വയറുവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് നല്ലതാണ്. ആ പെട്ടെന്നുള്ള സ്പാസം കുറയ്ക്കും. ശരി. രണ്ടാമത്തേത് അപ്പോൾ പാരസെറ്റമോൾ ആണല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പാരസെറ്റമോൾ അത് വേദന കുറയ്ക്കും, പിന്നെ പനി ഉണ്ടെങ്കിൽ അതും കുറയ്ക്കും. ശരീരത്തിൽ ഈ വേദനയുടെയും നീർക്കെട്ടിന്റെയും ഒക്കെ സിഗ്നൽ കൊടുക്കുന്ന ചില രാസവസ്തുക്കളുണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയും. അതിന്റെ ഉൽപ്പാദനം കുറച്ചാണ് പാരസെറ്റമോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം. ഡൈസൈക്ലോമിൻ പേശി വലിവ് കുറയ്ക്കുന്നു, പാരസെറ്റമോൾ വേദനയും. ഈ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് വയറുവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് കൂടുതൽ ഫലപ്രദമാകുന്നത്, അല്ലേ? അതെ, കൃത്യമാണ്. ഈ ഒരു പ്രവർത്തന രീതി തന്നെയാണ് ഇതിന്റെ പ്രധാന ഉപയോഗങ്ങളിലേക്കും വരുന്നത്. ഉദാഹരണത്തിന് ഈ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുമ്പോൾ വരുന്ന വേദന ബിലിയറി കോളിക് എന്ന് പറയും. പിന്നെ കുടലിൽ ഗ്യാസ് കയറിയിട്ടോ മറ്റുണ്ടാവുന്ന വേദന ഇൻഡസ്റ്റൈനൽ കോളിക്. കിഡ്നി സ്റ്റോൺ വരുമ്പോഴുള്ള വേദന റീനൽ കോളിക്. പിന്നെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുണ്ടാവുന്ന വയറുവേദന സ്പാസ്മോഡിക് ഡിസ്മെനോറിയ. അതുപോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, IBS എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ ചില ലക്ഷണങ്ങൾ കുറയ്ക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. കേട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എവിടെയൊക്കെ പേശി വലിവും അതുമായി ബന്ധപ്പെട്ട വേദനയും ഉണ്ടോ അവിടെയൊക്കെ സൈക്ലോപാം ഒരു ഓപ്ഷനായി വരാം. ഇത് വിപുലമായ ഉപയോഗങ്ങൾ തന്നെ. പക്ഷേ ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണ്? ഡോസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഡോക്ടർ എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് അത് കൃത്യമായി പാലിക്കണം. ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി, രോഗത്തിന്റെ തീവ്രത ഇതൊക്കെ നോക്കിയാണ് ഡോസ് തീരുമാനിക്കുക. സാധാരണയായിട്ട് വയറിന് പ്രശ്നമൊന്നും വരാതിരിക്കാൻ ഭക്ഷണത്തോടൊപ്പം കഴിക്കാനാണ് പറയാറ്. ശരി. പിന്നെ ഒരു ഡോസ് എടുക്കാൻ വിട്ടുപോയാൽ അടുത്ത ഡോസിന് ഒരുപാട് സമയമുണ്ടെങ്കിൽ ഓർക്കുമ്പോൾ കഴിക്കാം. പക്ഷേ അടുത്ത ഡോസിന്റെ സമയം അടുത്താണെങ്കിൽ വിട്ടുപോയത് ഒഴിവാക്കണം. ഒരു കാരണവശാലും 2 ഡോസ് ഒരുമിച്ച് കഴിക്കരുത്. അത് പ്രധാനമാണ്. ഇനി എല്ലാ മരുന്നിനും അതിന്റേതായ ചില പ്രശ്നങ്ങളും ഉണ്ടാകുമല്ലോ. സൈക്ലോപാം ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ സാധാരണയായി കാണാറുണ്ടോ? ലേഖനത്തിൽ പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. സാധാരണ കാണുന്നത് വായ ഉണങ്ങുക, ഒരു ഓക്കാനം പോലെ വരിക, കാഴ്ച ചിലപ്പം ചെറുതായി മങ്ങുന്ന പോലെ തോന്നാം. പിന്നെ തലകറക്കം, ക്ഷീണം, ഒരു മയക്കം, ഇതൊക്കെയാണ് സാധാരണ കാണുന്നത്. എല്ലാവർക്കും വരണമെന്നില്ല അല്ലേ? ഇല്ല, എല്ലാവർക്കും വരില്ല. പക്ഷെ വരാൻ സാധ്യതയുണ്ട്. ഈ മയക്കം സാധാരണ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ അത്രയ്ക്ക് വരാറില്ലല്ലോ. അപ്പോൾ ഇത് മറ്റേ ഘടകം ഡൈസൈക്ലോമിൻ കാരണം വരുന്നതാണോ? അതെ, ശരിയാണ്. ഈ മയക്കം പ്രധാനമായും ഡൈസൈക്ലോമിന്റെ ഒരു എഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മരുന്ന് കഴിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്നതും ശ്രദ്ധ കൂടുതൽ വേണ്ട മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നതും അതൊക്കെ ഒഴിവാക്കണമെന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേറെ എന്തെങ്കിലും മുൻകരുതലുകൾ? മദ്യപാനം അത് പൂർണ്ണമായും ഒഴിവാക്കണം. കാരണം സൈക്ലോപാമിനോടൊപ്പം മദ്യം കഴിച്ചാൽ ഈ മയക്കം വല്ലാതെ കൂടാം. അത് മാത്രമല്ല കരളിനും കൂടുതൽ സ്ട്രെയിൻ വരും. പിന്നെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഡോക്ടറുടെ ഉപദേശമില്ലാതെ ഇത് ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡൈസൈക്ലോമിൻ ചിലപ്പോൾ ശ്വാസതടസ്സം വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ആണോ? അത് വളരെ ഗൗരവമുള്ള കാര്യമാണല്ലോ. നിലവിൽ മറ്റ് അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ലേഖനത്തിൽ എടുത്ത് പറയുന്നുണ്ടോ? തീർച്ചയായും. നിങ്ങൾക്ക് ഗ്ലോക്കോമ, അതായത് കണ്ണിലെ പ്രഷർ കൂടുന്ന അവസ്ഥ, പിന്നെ മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന പേശികൾക്ക് പെട്ടെന്ന് തളർച്ച വരുന്നൊരു രോഗമുണ്ട്. അതുപോലെ ദഹനനാളത്തിലോ മൂത്രനാളത്തിലോ എന്തെങ്കിലും തടസ്സങ്ങൾ, അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെ വൻകുടലിൽ ഗുരുതരമായ വ്രണങ്ങളുണ്ടെങ്കിൽ, ഹൃദയം, കരൾ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ അറിയിക്കണം. ഈ അവസ്ഥകളിലൊന്നും സൈക്ലോപാം ഒരു പക്ഷേ സുരക്ഷിതമായിരിക്കില്ല. ശരി. ഇനി മറ്റു മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ ഇത് മറ്റു മരുന്നുകളുമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുക? അതും ശ്രദ്ധിക്കണം. നിങ്ങൾ വേറെ വേദന സംഹാരികൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അലർജിക്കുള്ള ചില മരുന്നുകൾ, ചില മാനസികാരോഗ്യത്തിനുള്ള മരുന്നുകൾ, പിന്നെ ഈ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള വാർഫാരിൻ പോലുള്ള മരുന്നുകളില്ലേ, ഉണ്ട്. അതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറയണം. കാരണം സൈക്ലോപാം ഇവയുമായിട്ട് പ്രതിപ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പാർശ്വഫലങ്ങൾ കൂടാം, അല്ലെങ്കിൽ മരുന്നിന്റെ എഫക്റ്റ് കുറയാം. അതുപോലെ ഛർദിലിന് ഉപയോഗിക്കുന്ന മെറ്റോക്ലോപ്രാമൈഡ് പോലുള്ള മരുന്നുകളുടെ പ്രവർത്തനത്തെ സൈക്ലോപാം ചിലപ്പോൾ തടസ്സപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ചുരുക്കത്തിൽ സൈക്ലോപാം എന്ന് പറയുന്നത് പേശി വലിവ് കുറയ്ക്കാൻ ഡൈസൈക്ലോമിനും വേദന കുറയ്ക്കാൻ പാരസെറ്റമോളും ചേർന്ന ഒരു കോമ്പിനേഷൻ മരുന്നാണ്. പ്രധാനമായും ഈ വയറുവേദന പോലെയുള്ള പേശികൾ കോച്ചി പിടിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അതെ, മയക്കം പോലുള്ള പാർശ്വഫലങ്ങൾ വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും മറ്റു മരുന്നുകളുമെല്ലാം പരിഗണിച്ച ശേഷമേ ഇത് കഴിക്കാവൂ. സ്വയം ചികിത്സ അരുത്. ശരിയാണ്. വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ചികിത്സ തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്. ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, നമ്മൾ പലപ്പോഴും പല ആവശ്യങ്ങൾക്കായി, ഇപ്പോൾ ജലദോഷപ്പനിക്ക് അല്ലെങ്കിൽ തലവേദനയ്ക്ക്, ചിലപ്പോൾ ഈ വയറുവേദനയ്ക്ക് തന്നെ പല മരുന്നുകൾ ഒരേ സമയം കഴിക്കാറുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പാരസെറ്റമോൾ എന്ന ഘടകം നമ്മൾ അറിയാതെ തന്നെ പല മരുന്നുകളിലൂടെ ആവശ്യത്തിലധികം അളവിൽ ശരീരത്തിൽ എത്തുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ശരിക്കും കരളിന് അത്ര നല്ലതല്ല. അപ്പോൾ കഴിക്കുന്ന മരുന്നുകളിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ടെന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്.